ഞാൻ ഡോക്ടർ മാത്യു വൈറ്റ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു രോഗി മരിച്ചു. വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. എല്ലാ രോഗികളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. മരണം എന്നും മരണം തന്നെയാണ്. എൻ്റെ ഒരു കൊച്ചു അനിയനെ പോലെ തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് പല ഡീറ്റെയിൽസ് നമുക്ക് രോഗികളുടെ പല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്ത് പറയുന്നത് ശരിയല്ല. പക്ഷെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സ്ഥിതിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയേണ്ടത് ആവശ്യമാണ്. ഈ രോഗി വന്നത് നെഞ്ചുവേദനയായിട്ടാണ്. 1-ാം തീയതി നവംബർ 1 കാഷ്വാലിറ്റി വന്നു. ഉടനെ തന്നെ കാർഡിയോളജി കൺസൾട്ടന്റ് വന്ന് കണ്ടു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ വേദന തുടങ്ങിയത് തലേ ദിവസമാണ്. വേദന തുടങ്ങി 24 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ വന്നത്, മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഉടനെ ഇവോൾവ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് എന്ന് സ്ഥിരീകരിച്ചു. ഹാർട്ട് അറ്റാക്കിന് 2 ചികിത്സയാണ് കൊടുക്കുന്നത്. ഒന്ന്, ഹൃദയത്തിന്റെ രക്തധമനികൾ കൊറോണറി ആർട്ടറിയിലുള്ള ക്ലോട്ട്, ബ്ലഡ് ക്ലോട്ട് അലിയിക്കുന്നതിന് ലൈറ്റിക് തെറാപ്പി. 2, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. ഒരു ബലൂൺ കടത്തി ആ ബ്ലോക്ക് മാറ്റി അവിടെ ഒരു സ്റ്റെന്റ് നിക്ഷേപിക്കുക. ഇതാണ് ചെയ്യുന്നത്. ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേദന തുടങ്ങി 12 മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പിരിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്രോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യന്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യന്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത് ആണ്. മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്ത് ചികിത്സ കൊടുത്താലും ഒരു 10 തൊട്ട് 20% ആൾക്കാർ മരിക്കും. നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും. നമ്മൾ ചികിത്സയിൽ അൺഫോർച്ചുനേറ്റ്ലി യങ് ഏജ് ആയിരുന്നു, റിലേറ്റീവ്ലി ലേറ്റ് 40s ആളാണ്, മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു എന്നാണ് എന്റെ ഉത്തമമായ വിശ്വാസം. അതിന് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അദ്ദേഹത്തെ പരിഗണിച്ചില്ല, ഒരു നായെ നോക്കുന്ന കൺകൊണ്ടി പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്നടക്കമുള്ള കാര്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് കൊടുക്കേണ്ട അദ്ദേഹത്തെ നോക്കിയ ഡോക്ടേഴ്സ് പറയുന്നത് എന്റെ ഡയറക്ട് ചികിത്സയിലല്ലായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ചെറിയൊരു എൻക്വയറി നടത്തി. ഞാൻ ചെയ്ത എൻക്വയറി അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു എന്നുള്ളതാണ് എന്റെ നിഗമനം. ഓക്കെ, ഇവിടെ ഇപ്പോ വരുന്ന ആളുകളോട് പോലും സാധാരണഗതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവർ തന്നെ പറയുന്നുണ്ട് എന്റെ നായയെ നോക്കുന്ന വില പോലും നൽകിയിട്ടില്ല എന്ന്. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. സാധാരണഗതിയിൽ ഇവിടെ എല്ലാ രോഗികളോടും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ്, വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ പറയുന്നതാണ്. ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണല്ലോ എത്തിയത്. ആ കുടുംബം പറയുന്നുണ്ട് ഒരു ബെഡ് പോലും ഇല്ലായിരുന്നു, നിലത്താണ് കിടത്തിയിരുന്നത്. അത്രയും ഗുരുതരാവസ്ഥയിൽ എത്തുന്ന ഒരു രോഗിക്ക് കൊടുക്കാൻ ഒരു ബെഡ് പോലും ഉള്ള സാഹചര്യം ഇല്ലേ? നമ്മുടെ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളെല്ലാം തന്നെ ഗുരുതരാവസ്ഥയിലാണ്. കിട്ടുമ്പോൾ തന്നെ ബെഡ് ഒഴിയുമ്പോൾ തന്നെ ബെഡ് കൊടുക്കും. നമുക്കൊരു പേഷ്യന്റിനെ, ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ തറയിലോട്ട് ഇറക്കി ബെഡ് കൊടുക്കാൻ ഒക്കത്തില്ല. ബെഡ് ഒഴിവ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ഏറ്റവും ഗുരുതരാവസ്ഥയുള്ള രോഗിക്ക് ബെഡ് കൊടുക്കും. ഈ രോഗി 4 ദിവസം തറയിൽ കിടന്ന രോഗിയാന്ന് പറയുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഐസിയുലേക്ക് മാറ്റിയെന്നുണ്ട്. അപ്പൊ അതുവരെയുള്ള ദിവസങ്ങളിൽ ആ രോഗി ആയിരുന്നില്ല. മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ സ്റ്റേബിൾ ആയിരുന്നു. ബ്ലഡ് പ്രഷർ, ഹാർട്ടിന്റെ റിതം എല്ലാം സ്റ്റേബിൾ ആയിരുന്നു. മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അവർക്ക് മനസ്സിലാകാതെ പോയത്? എന്തുകൊണ്ടാണ്?
ആരുടെ വീഴ്ചയാണ്? അത് കൃത്യമാണ് ചോദ്യം. ആരുടെ വീഴ്ചയാണ്? വീഴ്ച ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ രോഗിയെ എടുക്കണ്ട, നമ്മൾ വേറെ രോഗിയെ എടുക്കാം. നമുക്ക് ഈ രോഗിയെ തന്നെ പറഞ്ഞു. അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗി വന്നു, നമ്മൾ ചികിത്സിച്ചു, വീട്ടിൽ വിട്ടു. ഹാർട്ട് അറ്റാക്ക് വന്ന് വീട്ടിൽ നമ്മൾ സുഖം പ്രാപിച്ച് വിട്ടു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഒരു 10%, 5 തൊട്ട് 10% രോഗികൾ അടുത്ത ഒരു വർഷത്തെ മരിക്കാൻ സാധ്യതയുണ്ട്. അവരെ ഒരിക്കലും കംപ്ലീറ്റ്ലി നോർമൽ ആക്കാൻ ഒക്കത്തില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളെ നമുക്ക് നോർമൽ, അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് നമ്മൾ പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് എടുക്കണം. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട ചോദ്യം, കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷനിൽ വീഴ്ച ഉണ്ടായോ? അതായത് രോഗത്തിന്റെ വിവരം, രോഗത്തിന്റെ ആ ഒരു പ്രത്യേകത, ആ രോഗം ഇനി ഗുരുതരമാകാം എന്നുള്ള അവസ്ഥ, ഇതൊക്കെ രോഗിയുടെ ബന്ധുക്കളെ രോഗിയെ അറിയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായോ? കൃത്യമാണ് ചോദ്യം. കമ്മ്യൂണിക്കേഷൻ വീഴ്ച ഉണ്ടായോ? ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിഗമനം പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു എന്നാണ്. നമ്മള് മനുഷ്യനല്ലേ, ഒരു ഡോക്ടറല്ലേ, ഡോക്ടറുടെ നിഗമനം, രോഗിയെ പരിശോധിച്ച് നിഗമനം പേഷ്യന്റ് സ്റ്റേബിൾ എന്നായിരുന്നു. പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറി. നിങ്ങൾക്കറിയാമല്ലോ, വഴി നടന്നു പോകുന്ന ഒരാള് കൃത്യം എന്റെ അറിവനുസരിച്ച് സ്റ്റേബിൾ ആണെന്നാണ് പറഞ്ഞത്, ഗുരുതരമാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് പെട്ടെന്ന് പറയാനൊക്കത്തില്ല. ഹാർട്ടിന്റെ അസുഖം എല്ലാ ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റും വന്നു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ടേൺ ചെയ്യാം, മാറാം. ഇഷ്യൂ ആയത് ഈ ഒരു പ്രശ്നമാണ്. ആ പേഷ്യന്റ് തന്നെ പറയുന്നുണ്ട്, ഞാൻ യാചിച്ചിട്ട് പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ആളുടെ മരണമൊഴി ആയിട്ട് തന്നെ എടുക്കാവുന്ന ഒരു വിഷയമാണ്. ആ പേഷ്യന്റ് തന്നെ പറയുന്നു, എന്റെ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും തരാതിരുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നത്. വേറെ ഒരു പേഷ്യന്റിന്റെ കാര്യം ഇവിടെ ഒരു ഇതായിട്ട് പറയരുത്. കൃത്യമായിട്ടും ആ പേഷ്യന്റിന്റെ ഡയറക്ട്ലി ക്വസ്റ്റ്യനാണ്. ആ പേഷ്യന്റിന്റെ കാര്യത്തിൽ ഇത് സ്റ്റേബിൾ ആണ്, പക്ഷേ ഗുരുതരമാകാനുള്ള സാധ്യത ഉള്ള കേസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ട് അറ്റാക്ക് എല്ലാ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിനും ഒരു പെട്ടെന്ന് ഒരു ടേണിംഗ് പോയിന്റ് വരാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതെ, എല്ലാവർക്കും ഉണ്ടാവും. അല്ല, അത് പേഷ്യന്റിനോട് അല്ലെങ്കിൽ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഒരു ചോദ്യം വളരെ കൃത്യമാണ് ഡോക്ടറെ. എനിക്ക് ഞാൻ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നെഞ്ചുവേദനയായി വന്നു, എന്റെ നില ഇപ്പോൾ നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും ഇത് വളരെ ഡേഞ്ചറസ്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല ഇല്ല എന്നുള്ളതാണ് നിഗമനം. എമർജൻസി വിഭാഗത്തിൽ വന്നൊരു രോഗി പല കാരണങ്ങൾ കൊണ്ട് മറ്റ് അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് ആൻജിയോഗ്രാം ചെയ്യാൻ സാധിക്കാത്ത ഒരു രോഗി, അദ്ദേഹം 5 ദിവസമായി കിടക്കുകയാണെങ്കിൽ അത് ഗുരുതരാവസ്ഥയിലുള്ള ഒരു സ്ഥിതിവിശേഷമല്ലേ? സാധാരണ 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിടുന്നത്, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് വിടുന്നത്. അങ്ങനെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു ചികിത്സ രീതി ആൻജിയോഗ്രാം, അത് ചെയ്യാൻ മറ്റ് അസുഖങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല. അപ്പൊ അത് ഒരു ഗുരുതരാവസ്ഥയല്ലേ എന്നുള്ളതാണ്. മനസ്സിലായി, ചോദ്യം മനസ്സിലായില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ട് അറ്റാക്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. ആൻജിയോപ്ലാസ്റ്റി എപ്പോഴും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. ബെനിഫിറ്റ് ഈസ് ലെസ് ദാൻ കോംപ്ലിക്കേഷൻസ്. ഉണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ട്. സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഇപ്പൊ ഇല്ല. എക്സാക്ട് അറിയത്തില്ല, എങ്കിലും ഒരു 20 DM ഉള്ള 20അല്ല, അപ്രോക്സിമേറ്റ്ലി 18 DM ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ആ 10 PSC അപ്പോയിന്റ്മെന്റ്സ് 10 ഉണ്ട്. ഒഴിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇട്ടേച്ച് പോകുമല്ലോ, അവരുടെ രണ്ട് ഒഴിവുണ്ട്. ഏതാ? ഉണ്ട്, 2 പേരുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവരൊക്കെ ലീവ് എടുത്ത് 2 പേരില്ല. ഒരാളെ ഇല്ല, ബാധിക്കുന്നില്ല. ഇവിടെ ആൻജിയോപ്ലാസ്റ്റി 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുക, ബാധിക്കുന്നില്ല. ഡ്രോപ്പ് പോസിറ്റീവ് എന്ന് വെച്ചാൽ മയക്കാടിൽ നെക്രോസിസ് ഉണ്ടെന്നേ ഉള്ളൂ. അത് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, സ്ട്രോക്ക്, സെപ്റ്റിസീമിയ, എന്ത് അക്യൂട്ട് ഇവന്റ്സ് വന്നാലും പ്രോപ്പർട്ടി പോസിറ്റീവ് ആവും. പ്രോപ്പർട്ടി പോസിറ്റീവ് ആയാലും അത് ഹാർട്ട് അറ്റാക്ക് ആണോ, എസ്റ്റി എലിവേഷൻ മയക്കാർഡിയൽ ഇൻഫാക്ഷൻ ആണോ,
ബാക്കി എന്തോ കാരണങ്ങളാണോ നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ഐസിയുലല്ലേ പ്രവേശിക്കുന്നത്? വേണ്ട, ആവശ്യമില്ല. നെഞ്ചിൽ നീർക്കെട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഏറ്റവും മോശമുള്ള അവസ്ഥയിലേക്ക് മാറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നെഞ്ചിൽ നീർക്കെട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആണ് അക്യൂട്ട് പൾമണറി എഡീമ. പെട്ടെന്ന് ഒരു നിമിഷം ഉണ്ടാകുന്നതാണ് അക്യൂട്ട് പൾമണറി എഡീമ. അത് മുൻകൂട്ടി പരിശോധനകളിലൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പരിശോധിക്കുമ്പോൾ ഇല്ല പെട്ടെന്നുണ്ടാവുന്ന. അല്ല, സ്വാഭാവികമായ മരണമല്ല, ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ കൊണ്ടാണ്. ഈ അക്യൂട്ട് പൾമണറി എഡീമ വന്നത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. നമ്മൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തി. ഇനിയിപ്പോ DMEയുടെ അവിടെ അന്വേഷണം വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ്. നമ്മളെല്ലാവരും ട്രീറ്റ്മെന്റിൽ ഇൻവോൾവ് ആണ്. അത് സൂപ്പറിനോട് ചോദിക്കണം. എന്റെ അടുത്ത് എന്റെ ഇന്നത്തെ ഇതിന്റെ അതല്ല. ഈ അവസ്ഥയിലുള്ള രോഗികളെ പോലും കട്ടിലിൽ കിടത്തേണ്ട പരിമിതിയും അസൗകര്യമാണോ ഇല്ലാതെ കിടത്തേണ്ട? ഈ അവസ്ഥയിലുള്ള രോഗികളെ പോലും ഇങ്ങനെ തറയിൽ കിടത്തേണ്ട പരിമിതി അദ്ദേഹത്തിന് കട്ടിൽ വന്നപ്പോൾ ഉടനെ കട്ടിൽ കൊടുത്തല്ലോ. ഇങ്ങനെ രോഗികളെ ഈ ഡിപ്പാർട്ട്മെന്റിൽ പോലും തറയിൽ രോഗികളെ കിടത്തുന്നുണ്ട്. അല്ല, നമുക്ക് അതല്ല, ഉടനെ തന്നെ കൊടുത്തു. അല്ല, ബെഡിലായിരുന്നല്ലോ. ബെഡിലായിരുന്നു. അറിയാം. എല്ലാം അല്ല, പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു. പേഷ്യന്റ് സ്റ്റേബിൾ ആയി വന്നു. നമ്മുടെ ഡെയിലി ഓരോ ഡോക്ടേഴ്സ് മാറിയാണ് വരുന്നത്. മാറി വന്ന എല്ലാ ഡോക്ടേഴ്സും ഡയഗ്നോസ് ചെയ്ത് സ്റ്റേബിൾ ആണ്. നമ്മളെല്ലാം കളക്റ്റീവ് റെസ്പോൺസ്. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെയല്ല മെഡിക്കൽ കോളേജ്. ഇവിടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് മെഡിക്കൽ കോളേജ്. ഞായറാഴ്ചകൾ കാർഡിയോളജിയിൽ ഉണ്ട്. ഞായറാഴ്ച ഇദ്ദേഹത്തെ പരിശോധിക്കുന്നത് കാർഡിയോളജി വിഭാഗം കാണും. എല്ലാ ദിവസവും പരിശോധിക്കും. ഞായറാഴ്ച മെഡിസിൻ വിഭാഗത്തിനാണ് നോക്കിയതാണ് സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ടായത്. ആദ്യം കിടക്കുന്ന ദിവസങ്ങളിൽ മെഡിസിനില്ല. 2 ദിവസം മെഡിസിനില്ലായിരുന്നു. അത് കഴിഞ്ഞ് കാർഡിയോളജിയോട് ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞു. ടേക്ക് ഓവർ ഉടനെ തന്നെ ടേക്ക് ഓവർ. കാർഡിയോളജി മാറ്റിയ സമയത്ത് തറയിലാണ് ഇയാൾ കിടന്നതെന്നുള്ളതാണ്. അത് എനിക്ക് എക്സാക്ട് അറിയത്തില്ല, എവിടെ കിടന്നെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പരിമിതികളൊന്നുമില്ല. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ, സാധാരണ ഒരു വന്ന ഉടനെ ചിലപ്പം തറയിലായിരിക്കും. അത് ബെഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബെഡ് കൊടുക്കും. എത്രയും കൂടുതൽ ബെഡ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല അത് പലപ്പോഴും കണ്ടിട്ടുണ്ട് 28ാം വാർഡില് പേഷ്യൻസിനെ സ്ട്രക്ചറിലും തറയിലും ഒക്കെ കിടക്കുന്ന ഒരു ബെഡ് പോലും ഇല്ലാതെ കിടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ചല്ല, അതൊക്കെ സൂപ്രണ്ടിന്റെ അങ്ങനെയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതൊക്കെ ഞാനല്ല ആൻസർ. ഞാൻ കാർഡിയോളജിയിലെ ട്രീറ്റ്മെന്റിന്റെ ആസ്പെക്ട്സ് ആണ്. ബാക്കി കാര്യങ്ങൾ സൂപ്രണ്ടാണ് പറയുന്നത്. നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ ബെഡ് കൊടുക്കാൻ പറ്റുന്ന ആ നിമിഷം തന്നെ ബെഡ് കൊടുക്കും. നമുക്ക് ആരെങ്കിലും തറയിൽ കിടത്തുന്ന ആഗ്രഹം വരുമോ? നമുക്ക് സ്വന്തം രോഗം വന്ന തറയിൽ കിടക്കാൻ ആഗ്രഹം ഇല്ല. നമുക്ക് ചെറിയ രോഗമാണെങ്കിലും ബെഡിൽ കിടക്കാം. സാധാരണ അത് സൂപ്രണ്ട് പറയും. സാധാരണ എത്രയും പെട്ടെന്ന് നമ്മൾ ശ്രമിച്ച് ബെഡ് കൊടുക്കാൻ ശ്രമിക്കും. ഇല്ലെന്നുള്ളതാണ് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഞാൻ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വീഴ്ചയില്ല എന്നുള്ളതാണ് എന്റെ. പക്ഷെ ഇനിയിപ്പോ DME അങ്ങോട്ട് പോവുകയാണ്. DMEയുടെ അവിടെ വലിയ അന്വേഷണം വരുന്നുണ്ട്. അതെനിക്കറിയാം. സൂപ്രണ്ട് ചോദിക്കണം. അത് സൂപ്രണ്ട് ചോദിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഇവർക്ക് ഈ ചികിത്സ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സ സമീപനം കൂടിയാണ്. ഈ കാർഡിയോളജിയിൽ അങ്ങനെ ഈ ചികിത്സ നിങ്ങൾ വിശദീകരിക്കുന്നു നൽകിയത് ഈ സമീപനത്തിലെ പ്രശ്നം കൊണ്ട് ആണോ ഈ കുടുംബത്തിന് ഇങ്ങനെ പരാതി വന്നിട്ടുണ്ടാവുക? എനിക്കറിയത്തില്ല. എന്റെ ട്രീറ്റ്മെന്റിന്റെ ആസ്പെക്ട് ഞാൻ അവരുമായിട്ട് ഡയറക്റ്റ് കണ്ടു. ഞാൻ അവരെ ചികിത്സിച്ചിട്ടില്ല. അതുകൊണ്ട് ഡയറക്റ്റ് എനിക്ക് അറിയത്തില്ല. എന്റെ അടുത്ത് അവർ പരാതിയും പറഞ്ഞിട്ടില്ല. അവരനുഭവം പറയുന്നത് അങ്ങനെയാണ്. ഒരു മറുപടിയും എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥിതി, മരുന്ന് ചോദിച്ചപ്പോൾ നൽകിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആ വീഡിയോ കേട്ടില്ല. അത് ഭയങ്കര മോശമാണ്. ഇത്രയും പേര് കണ്ടിട്ട് വാർത്തയിൽ വന്നിട്ട് സാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സാറിന് എന്ത് ധൈര്യം
ഞാൻ അറിഞ്ഞു ഒരു അതല്ല നമ്മളൊരു വാർത്ത ഞാനൊരു ട്രീറ്റിംഗ് ഡോക്ടറാണ്. ഞാൻ ഇവിടുന്ന് നേരെ വീട്ടിലോട്ടല്ല പോകുന്നത്, ബാക്കി OP എനിക്കുണ്ട്. ആണ്. അപ്പം നമ്മുടെ അത് മരണമൊഴി നോക്കുന്നത് മജിസ്ട്രേറ്റ് ആണ് മരണമൊഴി നോക്കുന്നത്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആൾക്കാരാണ് അത് നോക്കുന്നത്. അതല്ല ഞാനിനി എനിക്ക് ട്രീറ്റ്മെന്റ് അല്ല, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ ആൻസർ പറയാനല്ല, ഇങ്ങനെയുള്ള കാര്യം പറയാനല്ല. ട്രീറ്റ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതല്ല ഞങ്ങളുടെ മുറയിൽ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് എപ്പോഴും കേട്ടോണ്ടിരിക്കുകയല്ലേ ഞങ്ങളുടെ ജോലി. ഞങ്ങൾക്ക് നാളെയും ട്രീറ്റ്മെന്റ് എടുക്കാനുള്ളതാണ്. ഇത് വെച്ച് ഞങ്ങൾ ഇപ്പൊ വെച്ച് തീരുന്നില്ല. അടുത്ത രോഗിയും ചികിത്സിക്കാനുള്ളതാണ്. ഞങ്ങളെ മുറയിൽ പോയി ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കാനുള്ള ആൾക്കാരല്ല. ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വീണ്ടും ഞങ്ങൾ പേഷ്യൻസിനെ നോക്കാനും കഴിയുന്നത്ര ഭംഗിയായി ചികിത്സിക്കാനുമാണ് ഞങ്ങളുടെ ശ്രമം.